ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനൊന്ന് കണ്ണാടി വെച്ചോട്ടെ. ഓക്കെ, ഞാനൊരു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്റ്റേജിലാണ്. ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ എവിടെയാണെന്ന് പറയട്ടെ. ഞാനിപ്പോൾ ഒറ്റപ്പാലം വീട്ടിൽ നിന്ന് വന്നത് ഈവനിങ് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി. രാത്രി വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് എത്തിയത്. ഇവിടെ അവരൊരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിരുന്നു. ജസ്റ്റ് ഒന്ന് കിടന്നൊരു 3 hours ഉറങ്ങി എഴുന്നേറ്റു. ഇപ്പോൾ റെഡിയായി. ഫംഗ്ഷൻ ഒരു 9:30 10-നാണ്. അപ്പോഴത്തേക്കും പുറത്തേക്ക് ഇറങ്ങണം. ഒരു ഗോൾഡൻ ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. ഈ സാരി ഞാൻ പാർക്കാസിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. കണ്ടോളൂ, ദിസ് ഈസ് മൈ സാരി ലുക്ക്. ഓക്കെ, ഇതൊരു നല്ല ഭംഗിയുള്ള ചെറിയ ചെക്സൊക്കെ ആയിട്ട് ഒരു പേർപ്പിൾ കളറിലെ സാരിയാണ്. ഇത് ഞാൻ പാർത്താസിൽ നിന്ന് വാങ്ങിയാണ്, ട്രിവാൻഡ്രം പാർത്താസ്. ഒരു ഗോൾഡൻ കളറിലെ ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ റെഡിയാകലിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ പിക്കാൻ വരും. ഞാൻ കാറിലാണ് വന്നത്, പക്ഷേ എൻ്റെ ഡ്രൈവർ എന്നാലും ഒരുപാട് 4 മണിക്കല്ലേ ഉറങ്ങാൻ പോയത്. ഒരു 8-9 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ തിരിച്ചു പോകണം. ഉച്ചയ്ക്ക് 12:30 ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. വീണ്ടും ഒരു 8 to 9 hours പുള്ളിക്കാരന് ഡ്രൈവ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുത്തുള്ളൂ, 12:30 വരെ ഉറങ്ങിക്കോളൂ. ഞാൻ ഇതിൻ്റെ സംഘാടകരുമായിട്ട് ബന്ധപ്പെട്ട് അവർ എന്നെ പിക്കാനായിട്ട് വാഹനം അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ലൂക്കോസ് പിസ്സ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. അത് ഒറ്റപ്പാലം ഈ ഏരിയയിലൊക്കെ ഉള്ളതാണ്. അവരുടെ 5ാമത്തെ ഫൈനൽ 5th ഇയർ ഓഫ് വാർഷികം എന്ന് പറയില്ല നമ്മൾ, 5ാം വാർഷികത്തിൻ്റെ സെലിബ്രേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ആൻറ്റി ഡ്രഗ് ഡ്രൈവും അതിൻ്റെ ലഹരി വിമുക്ത ഒരു റാലി, ഒരു ബൈക്ക് റാലിയും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരാണത് സ്പോൺസർ ചെയ്യുന്നത്. അതൊന്ന് അപ്പോൾ നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവർ ജെനുവിനായിട്ട് ഒരു ബൈക്ക് റാലിയൊക്കെ സംഘടിപ്പിക്കുന്നു. അതായത് ലഹരി വിമുക്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റാലി. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങുണ്ട്. ഇവിടുത്തെ MLA എല്ലാം പങ്കെടുക്കുന്ന. അതാണ് ആദ്യം ഞാൻ പങ്കെടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ലൂക്കോസ് പിസ്സയുടെ തന്നെ ഒരു വർക്ക്ഷോപ്പുണ്ട്. അവരുടെ ഒരു ഷെഫ് ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമാകാൻ പോകുന്നു. അവരുടെ ലൂക്കോസ് പിസ്സയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം. ഇതെല്ലാം ഉച്ചയോടുകൂടി കഴിയും. അത് കഴിഞ്ഞ് ഇന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ലോങ് ഡ്രൈവ്, ഇന്നലെ 8 to 9 hours രാത്രിയെല്ലാം ഫുൾ ഡ്രൈവ് ചെയ്ത് വന്നു. കാര്യം അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയക്കുറവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തത്ര തിരക്കിലാണ് ഞങ്ങൾ. പിന്നെ ഇന്ന് തന്നെ തിരിച്ചെത്തുകയും വേണം. അതുകൊണ്ട് ഉച്ചയ്ക്ക് വീണ്ടും ഒരു 9 hours ഓഫ് ജേർണി. അതാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നേരത്തെ പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം ഞാൻ വെച്ച് ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഹോട്ടലിൻ്റെ പേര് ബിൽഡ പാർക്ക് കേട്ടോ, ഒറ്റപ്പാലം. യെസ്, ബിൽഡ പാർക്ക്. ഓക്കെ, ഇവിടെ ഭയങ്കര വെച്ചാൽ പുറത്തേക്കിങ്ങനെ ഏതാണ്ട് മരം മുറിക്കുന്നു റോഡിൽ, അതിൻ്റെ വോയിസ് സിസ്റ്റം. അപ്പോൾ ഞാൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സാരി ഓക്കെ, ആ വെളിച്ചത്തിൽ എത്ര കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് അവർ വരുന്ന സമയത്ത് പോകുന്നു. നമ്മുടെ ഇവൻറ്റ് നടക്കുന്ന വെന്യൂ എവിടെയാണോ, 2 സ്ഥലത്ത് പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഓപ്ഷൻസ് പൂരിയുണ്ട്, പുട്ടുണ്ട്, കടല, പൊടിമാസ്, ഓട്സ്, പിന്നെ ആസ് യൂഷ്വൽ ടോസ്റ്റ് ബ്രെഡ്. അങ്ങനെ കൃത്യസമയത്ത് തന്നെ ഞാൻ പ്രോഗ്രാം തുടങ്ങുന്ന വെന്യൂവിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി കുറച്ച് പ്രധാനപ്പെട്ട അതിഥികളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അതായത് നമ്മളുടെ പബ്ലിക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു പബ്ലിക് ഫംഗ്ഷനോടുകൂടിയാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒറ്റപ്പാലം MLA ആയിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് K പ്രേംകുമാർ, അദ്ദേഹമായിരുന്നു ഉദ്ഘാടകൻ. പിന്നെ അതുപോലെ തന്നെ അധ്യക്ഷ, മറ്റ് ചീഫ് ഗസ്റ്റുകൾ ആൻഡ് പബ്ലിക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സമൂഹത്തിലെ വലിയൊരു വിധത്തിന് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡ്രഗ് അബ്യൂസ്, അതുപോലെ തന്നെ ഡ്രഗ് പെഡ്ലിംഗ്. നിയമപരമായി വളരെ കർശനമായിട്ടുള്ള ശിക്ഷകൾ ഉണ്ടെങ്കിൽ പോലും പ്രായമന്യേ എല്ലാവരും ചെയ്തു പോകുന്നതായി നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പം അതിനെതിരെ നമ്മൾ കൈകോർത്തുകൊണ്ട് ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്.
അപ്പോൾ ലൂക്കോസ് പിസയുടെ 5ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് അവർ തുടക്കം കുറിച്ചത്. ആ ലൂക്കോസ് പിസയുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയായിരുന്നു ഈ ഒരു പബ്ലിക് ഫംഗ്ഷൻ്റെ സ്റ്റേജൊക്കെ ഒരുക്കിയിരുന്നത്. ഇന്ന് ലൂക്കോസ് പിസ 10 ഡിഫറെന്റ് സിറ്റികളിൽ വ്യാപിച്ചിരിക്കുകയാണ്. അതിന്റെ സന്തോഷം കൂടി അറിയിക്കുകയാണ്. MLA നിലവിളക്കിന് തിരി കൊളുത്തിക്കൊണ്ട് തന്നെ പബ്ലിക് ഫംഗ്ഷന്റെ ഇനോഗ്രേഷനും നടത്തി. അധ്യക്ഷ ശ്രീമതി കെ ജാനകി ദേവി, ചെയർപേഴ്സൺ, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എല്ലാവരും തന്നെ എടുത്തു. ലഹരിയോട് എല്ലായ്പ്പോഴും അകന്നു നിൽക്കും, ആരോഗ്യ ജീവിതം നയിക്കും, എൻ്റെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും ലഹരിയിൽ നിന്ന് അകറ്റും. ലൂക്കോസ് പിസ അതിൻ്റെ വളർച്ചയുടെ മുന്നേറ്റത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അനന്തൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഈ സന്തോഷത്തിൽ പങ്കെടുക്കുകയാണ്. അതോടൊപ്പം നാടിനൊരു നല്ല സന്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മളൊക്കെ പൊതുവിൽ ചാനലുകളിൽ കാണുന്ന ഒരാളാണ് ശ്രീമതി ലക്ഷ്മി നായർ. അവരിവിടെ നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാർ ഓടിച്ചാണ് അവർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കാർ ഓടിച്ചെന്ന് പറഞ്ഞാൽ കാറിൽ സഞ്ചരിച്ച്, അവർ കാർ ഡ്രൈവിംഗ് അല്ല, കാറിൽ സഞ്ചരിച്ചാണ്, ഇത്ര ദൂരം സഞ്ചരിച്ചാണ് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അനന്തകുമാറിൻ്റെയൊക്കെ സ്നേഹപൂർവമായ നിർബന്ധവും ക്ഷണവുമാണ് അവരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലത്തിന് ഒരു നല്ല അനുഭവം നിശ്ചയമായും ഇത് സമ്മാനിക്കും. ലൂക്കോസ് പിസയുടെ 5ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. ആഘോഷങ്ങൾ, പ്രചരണം, അങ്ങനത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ മാത്രം ഒതുങ്ങാതെ വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും സാമൂഹികമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് ലഹരിക്കെതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. അങ്ങനെ ലഹരി വിരുദ്ധ റാലിയൊക്കെ സംഘടിപ്പിച്ച് അതിൻ്റെ ഒരു മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇത് ആഘോഷത്തിൻ്റെ ഭാഗമാക്കാൻ അവർ കാണിച്ച ആ ഒരു നല്ല മനസ്സ് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുകയാണ്. വലിയ ഒരു അപ്രിസിയേഷൻ ആദ്യമേ തന്നെ അന്ന് അറിയിച്ചുകൊള്ളട്ടെ. അവരോടൊപ്പം കൈകോർത്ത് ഈ ക്രിയേറ്റ് ലൈഫ് എന്ന സംഘടനയും NGO ആണ്. അപ്പോൾ അവർ രണ്ടാളും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു. വളരെ വളരെ സന്തോഷം. ലൂക്കോസ് പിസയുടെ ഉടമസ്ഥനായ അദ്ദേഹവും ഈ ഒരു 5ാം വാർഷികത്തിന്റെ സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെല്ലാവരും തന്നെ 2 വാക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രശസ്ത ഫിലിം ഡയറക്ടർ ശ്രീ അനിൽ രാധാകൃഷ്ണ മേനൻ, കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ സിനാജ് റഹ്മാൻ, പിന്നെ അതുപോലെ ആരോഗ്യ സമിതിയുടെ അധ്യക്ഷ ശ്രീമതി ഫൗസിയ ഹനീഫ, മറ്റ് പ്രധാനപ്പെട്ട ക്ഷണിക്കപ്പെട്ട അതിഥികളും എല്ലാം തന്നെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോഗോ പ്രകാശനമായിരുന്നു, അതും കഴിഞ്ഞു. പിന്നെ 5ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ലൂക്കോസ് പിസ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെച്ച കുറച്ച് സാമ്പത്തിക സഹായം അതിന് അർഹതയായിട്ടുള്ള ആൾക്കാരിലേക്ക് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് കൊടുക്കുകയും ചെയ്തു. ഇനി കുറച്ച് ആൾക്കാരെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു. ലൂക്കോസ് പിസയുടെ 5 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ 9 ബ്രാഞ്ചസ്, അതായത് 9 ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സ് പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഓണേഴ്സിനെയും ആദരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൂക്കോസ് പിസ ഇനിയും കൂടുതൽ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സ് കൊടുക്കാൻ തയ്യാറാണെന്നും മറ്റു ഭാഗങ്ങളിലേക്ക്, അതായത് സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വികസിക്കാനായിട്ട് പ്ലാൻ ഉണ്ടെന്നും ഒക്കെ ഇതിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ മഹേഷ് പ്രസംഗത്തിനിടയിൽ ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ പുതിയ ഔട്ട്ലെറ്റ്സ്, ഫ്രാഞ്ചൈസി ലൂക്കോസ് പിസയുടെ തന്നെ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ്സ് കിട്ടുന്നതാണ്. പിന്നെ ബൈക്ക് റാലി ടീമിനെയും ആദരിച്ചു. അതുപോലെ ഫ്ലാഷ് മോബിനായിട്ട് വന്നിട്ടുള്ള കുറച്ച് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അവരെയും ആദരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പബ്ലിക് ഫംഗ്ഷൻ ഏകദേശം അവസാനിച്ചു. പിന്നെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബായിരുന്നു. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മനോഹരമായ നൃത്ത ചുവടുകൾ വയ്ക്കുന്ന കുട്ടികൾ തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. പിന്നെ അടുത്തതായിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ലേഡീസ് നടത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ ബൈക്ക് റാലി, അതും ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്തു.
അങ്ങനെ പബ്ലിക് ഫംഗ്ഷൻ വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചു. അടുത്തത് ലൂക്കോസ് പിസ്സയുടെ പിസ്സ വർക്ക്ഷോപ്പ് ആയിരുന്നു. അതിനായിട്ട് ഞാൻ അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് മുകളിലത്തെ ഭാഗത്താണ് അത് അറേഞ്ച് ചെയ്തിരുന്നത്. ആ ഭാഗത്തേക്ക് പോയി. അപ്പോൾ എല്ലാവരും തന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ആരംഭിക്കുന്നത്. വ്യത്യസ്തമായ പലതരം പിസ്സ മേക്കിംഗ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലൂക്കോസ് പിസ്സയുടെ 5ാം വാർഷികമാണ് ഇന്നിവിടെ ആഘോഷിച്ചത്. അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓണറാണ് എന്നോടൊപ്പം ഉള്ളത്, ശ്രീ അനന്തകുമാർ എന്നാണ് ഫുൾ നെയിം, ശ്രീ അനന്ത്. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള പിസ്സയാണ്. നോർമൽ നമ്മൾ സാധാരണയായിട്ട് പല പല ബ്രാൻഡ്സിൻ്റെ കഴിക്കുന്ന പോലെയല്ല, ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ സ്പ്രെഡ് കൊണ്ടുവച്ചിട്ടുണ്ട്, ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും, ഉണ്ടാക്കുന്ന കാണിക്കാമെന്ന് പറഞ്ഞത്. ഇവിടെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നിൽക്കുന്നുണ്ടോ, ഇവരെല്ലാം എക്സ്പേർട്ട് പിസ്സ മേക്കേഴ്സാണ്, അടിപൊളിയായിട്ട് ചെയ്യും ഇത്രയും ഷെഫ്മാർ. ആൻഡ് ഓണർ ഇസ് ഓൾസോ ഹിയർ. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യുണീക്ക് ആയിട്ടുള്ള കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് അല്ലേ ഫില്ലിങ്, അത് എന്തൊക്കെയാണെന്ന്? നോർമലി എല്ലാ പിസ്സ റെസ്റ്റോറൻറ്റുകളിലും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ത്യനൈസ്ഡ് പിസ്സാസ്, ലൈക്ക് അമേരിക്കൻ, ഇറ്റാലിയൻ, ഇന്ത്യനൈസ്ഡും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പിസ്സയാണ് തന്തൂരി ചിക്കൻ. ഈ തന്തൂരി ചിക്കൻ നമ്മൾ ടിപ്പിക്കൽ ഇന്ത്യൻ ടേസ്റ്റ് ആയിട്ട് അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രഷ് ചിക്കനോട് കൂടി അത് തന്തൂരി ചിക്കൻ. പിന്നെ അതുപോലെ ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഉള്ളതുണ്ട് അല്ല, പിന്നെ കുറേ ഉണ്ട് അല്ലേ, ചിക്കൻ ടിക്ക ബട്ടർ മസാല. ഓ, അത് ഭയങ്കര മൂവിങ്ങാന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, അങ്ങനെ കുറേ യുണീക്ക് ഫ്ലേവേഴ്സ്, ബ്ലെൻഡ് ഓഫ് എന്താ പറയുക, ഇന്ത്യൻ ആൻഡ് പിസ്സ എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ ആൻഡ് അങ്ങനെ വരും. പിന്നെ അമേരിക്കൻ മിക്സ്, ഇങ്ങനെ പല പല ഇതെല്ലാം അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച പോലെ ബ്ലെൻഡ്സ്. വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ പിസ്സ ഇൻഡസ്ട്രിയിൽ. ദാറ്റ് ഈസ് അപ്പുറത്ത് കുറേ കാലം അസോസിയേറ്റഡ് 18 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടാണ് നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ഇങ്ങനൊരു സംരംഭം തുടങ്ങുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഏതാണ്ട് 10 ഔട്ട്ലെറ്റ്സ് ഇവർ, അതായത് ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് ദ ഫസ്റ്റ് ഷോപ്പ്, തുടക്കം ഇവിടുന്നാണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വളരെ ഗംഭീരമായിട്ട് വളർന്നിട്ടുണ്ട് 5 വർഷം കൊണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരും, ട്രിവാൻഡ്രം അല്ലേ, ഇതിപ്പോൾ ഒറ്റപ്പാലം, പാലക്കാട്. ഞാനിങ്ങനെ അവരുടെ ബ്രോഷർ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പാലക്കാട്, പട്ടാമ്പി, നോക്കട്ടെ, ചെർപ്പളശ്ശേരി, പിന്നെന്താ, കോഴിക്കോട്, പെരിന്തൽമണ്ണ, തൃശ്ശൂർ, മണ്ണാർക്കാട്, കോഴിക്കോട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, തിരുവനന്തപുരം വരാൻ തീർച്ചയായിട്ടും വരണം, ആളുകൾ ചോദിക്കുന്നുണ്ട് അവിടെ ഫ്രാഞ്ചൈസി ആണല്ലേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രേഡ് സീക്രട്ട് കൂടി പഠിക്കാനാണ് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ, റെഡിയായി നിൽക്കുകയാണ്. കുറേ കാര്യങ്ങൾ ഫില്ലിങ് ഇവിടെ ഉണ്ട്. ലെറ്റ് us see. ഇത് അതാണ് മറ്റൊരു പ്രത്യേകത കേട്ടോ. ഇവരുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഫ്രഷ് ചിക്കൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പിന്നെ അതുപോലെ നോ കളർ, ആഡഡ് കളേഴ്സ്, അങ്ങനെ പ്രിസർവേറ്റീവ്സ്, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അജിനമോട്ടോ പോലെയുള്ള ടേസ്റ്റ് മേക്കേഴ്സ് ഒന്നുമില്ല. പിന്നെ സോസ്, ഈവൻ പിസ്സ സോസ് ഡെയിലി ബേസിസിലാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കുന്നു. പിന്നെ അതുപോലെ നിങ്ങളുടെ ബേസ് ഉണ്ടാക്കുന്നതും നിങ്ങൾ ഓർഡർ കിട്ടിയിട്ടാണ് ബേസ് ശരിക്കും പറഞ്ഞാൽ ലോഡ് ചെയ്യും. അപ്പൊ അതൊക്കെ വളരെ പ്രത്യേകതയാണ്, എല്ലാ പിസ്സ ഔട്ട്ലെറ്റ്സിലും അങ്ങനെ കാണാറില്ലല്ലോ. സോ അത് വളരെ യുണീക്ക്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ കുറച്ച് ബാർബിക്യൂ ചിക്കൻ നോർമലി നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഈ ബാർബിക്യൂ ചിക്കൻ പിസ്സ എന്ന് പറയുമ്പോൾ നോർമലി ബാർബിക്യൂ സോസ് പുറത്തുനിന്ന് മേടിച്ചിട്ട് മുകളിൽ ടോപ്പ് ചെയ്ത് കൊടുക്കുന്ന ബ്ലാക്ക് കളർ സോസ് ആണ്. പക്ഷെ അതല്ല ശരിക്കുള്ള വേ. ഇത് ഒറിജിനൽ മാരിനേഷൻ ആണ് ബാർബിക്യൂവിന്റെ. കളർ കണ്ടോ മാം? ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള കളറാണ്. അത് ഒറിജിനൽ ഈ ബാർബിക്യൂ സോസിന്റെ ഇന്റർനാഷണൽ റെസിപ്പിയിൽ ഉണ്ടാക്കുന്ന. മാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മോസറല്ല ചീസ്, ഓൺലി മോസറല്ല ചീസാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോ എന്തൊക്കെയാ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ ഉണ്ടാക്കാം? ഫസ്റ്റ് തന്തൂരി ചിക്കൻ പോപ്പുലർ ആയിട്ടുള്ള മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പിസ്സയാണ് തന്തൂരി ചിക്കൻ പിസ്സ. ഫ്രഷ് ബേസ് ആണ് ഇപ്പോ നമ്മൾ. ഇത് ഹെർബൽ അല്ലേ പറഞ്ഞേ? ഹെർബൽ ചിക്കൻ, ഹെർബ് ചിക്കൻ. ദിസ് ഇസ് തന്തൂരി ചിക്കൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പൈസി ചിക്കൻ, ബാർബിക്യൂ ചിക്കൻ. ഇത് ശരിക്കും ബാർബിക്യൂ അങ്ങനെ തന്നെ മാരിനേഷനിൽ ചെയ്തിരിക്കണം, അല്ലാണ്ട് വെറുതെ. മനസ്സിലായി, WC സോസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, മോസറല്ല ചീസ് ധാരാളം. അപ്പോൾ ഫ്രഷ് ബേസിൽ തുടങ്ങുകയാണല്ലേ. ഓക്കെ, ഇതിപ്പോൾ ആദ്യം തന്തൂരി ചിക്കൻ ഫില്ലിങ് അടിച്ചിട്ട് തന്തൂരി ചിക്കൻ പിസ്സ. ഓക്കെ, ഇത് നന്നായിട്ട് ഇങ്ങനെ പ്രൂവ്ഡ് ആയിട്ടിരിക്കുവാണ്, നല്ല പൊങ്ങിയിരിക്കുവാണ്. അപ്പോൾ ഇങ്ങനെ
എയർ ഒന്ന് കളയാം. എയർ കളയാനായിട്ട് ഫോർക്ക് കൊണ്ട് ഇങ്ങനെയൊന്ന് പിസ്സ സോസ് ഫ്രഷ്ലി മെയ്ഡ് കൈയുടെ ഷേഡോ. ചില്ലറിയിൽ നിന്ന് നേരെ എടുക്കണം ബേസ്, എന്നിട്ട് ഇങ്ങനെ ആദ്യം സോസ്, പിന്നെ അതിൻ്റെ മേളിൽ എന്താ ചെയ്യാൻ നമ്മളെ ഓക്കെ തന്തൂരി ഡിപ്പാണ് അതിൻ്റെ മേളിലായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മേളിലായിട്ട് ഓണിയൻ. ഓക്കെ, സവാള, ഓണിയൻ്റെ മേളിൽ ചീസ് മോസറല്ല ലാവിഷായിട്ട് ഇടുന്നു. നിറച്ച് ചീസ്. ഓക്കെ, ക്യാപ്സിക്കം, ഇനി തന്തൂരി ചിക്കൻ. ഓക്കെ, തയ്യാറാക്കി വെച്ചിരിക്കുന്ന തന്തൂരി ചിക്കൻ. ടൊമാറ്റോ. ഓക്കെ, ടൊമാറ്റോസ്. ടൊമാറ്റോ മെയിനായിട്ട് ഗാർണിഷിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഒരുപാടുണ്ടാവില്ല അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇനി നേരെ ബേക്കിംഗ് അല്ലേ? ഓക്കെ, ബേക്ക് ചെയ്ത് വന്നിട്ട് അത് കാണാം. ഓക്കെ, ബേക്കാം. ഇനി അടുത്ത മീറ്റ് ഫീസ്റ്റ് എന്ന് പറയുന്ന പിസ്സയാണ്. ലോഡ്സ് ഓഫ് മീറ്റാണ്. അത് മീറ്റ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പിസ്സ ബേസ് ഫോർക്ക് കൊണ്ട് കുത്തുന്നു. അപ്പോൾ ചില്ലറിൽ നിന്ന് സ്ട്രെയിറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ബേസ്. അതിലേക്ക് പിസ്സ സോസ് ഫസ്റ്റ് ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യാണ്ട് വളരെ സോഫ്റ്റായിട്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ടത്. അതെ അതെ അതെ, കറക്റ്റ്. എന്നുവെച്ചാൽ ബേസൊക്കെ ഫ്രഷ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് വളരെ കുഴപ്പമില്ല. പക്ഷെ ബേക്ക് ചെയ്തിട്ട് അത് അത്ര നന്നാവില്ല. ഇതിങ്ങനെ തന്നെ ചെയ്യണം. ചിക്കൻ സലാമി ആദ്യം. ഇനി എന്താണ് നെക്സ്റ്റ്? ധാരാളം ചീസ്, മോസറല്ല. അപ്പോൾ എത്ര പിസ്സയാണ് നമ്മൾ പഠിക്കുന്നത് നോക്കിയേ. സോ മെനി ഫില്ലിങ്സ്. പിന്നെ ചിക്കൻ സോസേജ്. ഓക്കെ, ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റാണ് കേട്ടോ. ആവശ്യമുള്ളത് ഇങ്ങനെ ഫില്ലിങ് സ്പ്രെഡ് ചെയ്താൽ മതി. ഇതാണ് ഫീസ്റ്റ് ചിക്കൻ. എന്ത് ഫീസ്റ്റ്? മീറ്റ് ഫീസ്റ്റ്. അപ്പോൾ മീറ്റ് ഫീസ്റ്റ് ആണ് നടക്കുന്നത്. മീറ്റ് ഫീസ്റ്റ് ഹെർബൽ ചിക്കൻ. ഇത് ഒരു ഹെർബൽ മാരിനേഷനൊക്കെ ആയിട്ട് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ. ഓരോന്നിനും ഓരോ ഫ്ലേവറാണ് കേട്ടോ, ഡിഫറെൻറ്റ്. ഇത് കുറച്ച് നല്ല എന്താ പറയുക, ഹെർബൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഹെർബ്സ്. എന്തൊക്കെ ഹെർബ്സ് വരും അതിനകത്ത്? തൈം, റോസ്മേരി, ബേസിൽ, പാർസ്ലി എല്ലാം കൂടി വെച്ചിട്ട്, ഒറിഗാനോ, ഗാർലിക്. ഓക്കെ, എല്ലാം കൂടി. റെസിപ്പി ഫുള്ള് പറയണ്ട, ട്രേഡ് സീക്രട്ട് ഇരിക്കട്ടെ. ഓക്കെ, ചിക്കൻ കീമ. ഓക്കെ, അതും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതിൽ മാരിനേഷൻ ഇല്ലേ? അതിന് മാരിനേഷൻ ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഓ, അപ്പോൾ ഇതെല്ലാം തന്നെ ഈ മാരിനേറ്റഡ് ആയിട്ട് വെറുതെ റോ മീറ്റ് അല്ല, ഇതെല്ലാം കുക്ക്ഡാണ് കേട്ടോ. കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റാണ്, വേവിച്ചതാണ്. ഓ, ധാരാളം വയ്ക്കുന്നുണ്ടല്ലോ. ഇത് ഭയങ്കര ഹെവി ആണല്ലോ. ഹെവി സുപ്രീം കാറ്റഗറിയിൽ വരുന്ന ഒരു പിസ്സയാണ്. ഓക്കെ, നല്ല മൂവിങ് ആണ്. അത് അത്രയും മീറ്റ് കിട്ടുമല്ലോ. മീറ്റ് ലവേഴ്സിന് അത്രയും സന്തോഷമാവും. ഫിനിഷായി. ഇനി നേരെ ഓവനിലേക്ക് പോകണു. ഫസ്റ്റ് പിസ്സ ഹാസ് അറൈവ്ഡ്. ഇത് നോക്കിയേ, ചൂട് അതിൽ ബേസ് വെച്ചിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അത് നമ്മുടെ ആദ്യത്തെ തന്തൂരി പിസ്സ. നമുക്കൊരു അലങ്കാരത്തിന് മെല്ലിയല, അത് കുറച്ചുകൂടെ ചെറുതായിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി വലിയ പീസാക്കി ഇട്ടതേ ഉള്ളൂ. ഭയങ്കര രസമുള്ളൊരു മണം വരുന്നുണ്ട്. ദാറ്റ്സ് എ ഫ്ലേവർ. എന്നോട് ചോദിക്കുന്നുണ്ട് അരോമ വരുന്നില്ലേ.
വന്നേ പ്ലീസ് കം. അടിപൊളി അരോമയുണ്ട് കേട്ടോ, ഗംഭീരം. ഇനി ഇതെല്ലാം ഇനി കഴിക്കാൻ പോകാൻ ടേസ്റ്റ്. പിസ്സ കട്ടിങ്, പിസ്സ കട്ടർ വെച്ച് തന്നെ ചെയ്താലാണ് അതിൻ്റെ കറക്റ്റ്. 6 പീസാണ് അല്ലേ? ഓ, മീഡിയം സൈസിൽ 6 പീസാണ് കിട്ടുന്നത്. നല്ല ചൂടാണ്. ഇങ്ങനെ വേണമെന്നാണ്. മോസറല്ല ഇങ്ങനെ വലിയണം എന്നാണല്ലോ. എക്സലൻറ്റ്, അടിപൊളി ഫ്ലേവർ. ഇത് 475 ആണ് ഈ ടൈപ്പ് പിസ്സ. പക്ഷേ ഭയങ്കര ഫില്ലിങ്, എത്ര പേർക്ക് കഴിക്കാൻ പറ്റും? നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇറ്റ്സ് ഗുഡ്, വെരി നൈസ്. ചിക്കൻ കിട്ടി, പ്യുവറാണ്, പ്യുവർ. വെരി ഫ്രഷ്. അതുപോലെയല്ല, ഇത് നല്ല ഫ്രഷ് ഫീലുണ്ട്, സത്യമാണ്. ഫ്ലഫിയാണ് ബേസ്, നൈസ്. ഇവിടെ തന്നെ വേണമെങ്കിൽ തിൻ ക്രസ്റ്റഡും നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഡിമാൻഡ് അനുസരിച്ചിട്ടാണ്. തിൻ ക്രസ്റ്റ് വേണമെങ്കിൽ അതും കിട്ടും, ക്രിസ്പി ടൈപ്പ്. കസ്റ്റമേഴ്സ് ചോയ്സ്. ഇത് നല്ല ഫ്ലഫി, ആൾക്കാർക്ക് വേണ്ടത്. മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടം ഈ ടൈപ്പ് വേണമെന്ന് പറയുന്നവർക്ക് അപ്ലൈ നമ്മൾ ഫ്രഷ് ആയിട്ട് ക്രിസ്പി ഹാൻഡ് ടോസ് ചെയ്ത് കൊടുക്കും. ഏത് വിധത്തിലും നമ്മൾ ഫ്ലെക്സിബിൾ ആണ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. മനസ്സിലായി. അതെ, അവരുടെ ചോയ്സ് ആണ്. അവരിപ്പോൾ ഒരു മീഡിയം പിസയിൽ 2 ഫ്ലേവർ ആക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റും അല്ലേ? ഒരു പിസയിൽ തന്നെ 2 ഫ്ലേവർ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഒരു ഹാഫ് ബാർബിക്യൂ, ഒരു ഹാഫ് ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ഒരു ഫ്ലേവറോ ഇന്ത്യൻ ടേസ്റ്റോ എന്തെങ്കിലും വരും, അങ്ങനെയും ചെയ്യും. ഓക്കെ, ഇനി എത്ര പിസ്സ വരാനുണ്ട്, എല്ലാം ടേസ്റ്റ് ചെയ്യണം. ഓ നൈസ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മസാലാസ് ടേസ്റ്റ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടെ ഫീസിബിൾ. കാര്യം ഇത്രയും പീസ് എനിക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ല. ഒറിജിനൽ ബാർബിക്യൂ മാരിനേഷൻ. യെസ്, ഇത് ഫില്ലിങ്ങിന് വരാൻ പോണ കാര്യമാണ്. അടിപൊളി. ഇറ്റ്സ് ബാർബിക്യൂ ഫ്ലേവേർഡ്, അടിപൊളി, നൈസ്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തു. തന്തൂരി, പിന്നെ ഹേർബൽ, ഒരു ഹേർബൽ, അപ്പോൾ വേറൊരു ഡിഷോ, അടിപൊളി. എല്ലാം ഗംഭീരം. ഇപ്പം നമ്മൾ 3 ഫ്ലേവേഴ്സ് ടേസ്റ്റ് ചെയ്തു അല്ലേ? ഇതിൻ്റെ ഒരു സ്പൈസി പനീർ ടിക്ക, പനീറിൻ്റെ കേട്ടോ, വെജ് പനീർ ടിക്ക. അതെ, ബേക്കായി വരുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് വരും. ഞാനിപ്പോൾ അല്ലാണ്ട് റോ ആയിട്ട് ഇങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്നതല്ലേ, ടേസ്റ്റ് ചെയ്യണം. വെരി നൈസ്, വെരി നൈസ്. സുപ്രീം വെജ് പിസ്സ ഈസ് റെഡി. ബേക്കായി വന്നു. കാണാൻ നോക്കിയാൽ എന്തോ ഭംഗിയായിരിക്കുന്നു. അതിൽ ബ്ലാക്ക് ഒലിവ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള കാര്യമാണ്. കാണാൻ മാത്രമല്ല കേട്ടോ, നല്ല നല്ല എന്താ പറയുക, അതിൻ്റെ ഫ്ലേവറും ഭയങ്കര ഗംഭീരമായിരിക്കും. കട്ടിങ് പ്രോസസ്സ്, പിസ്സ കട്ടർ വെച്ചിട്ട് സിക്സ് പീസസ്. യെസ്, ഇതാണ് മീറ്റ് ഫീസ്റ്റ് പിസ്സ ഇസ് റെഡി. ഇത് ഫുൾ ഓഫ് മീറ്റാണ്, എല്ലാം ചിക്കൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഹേർബ് ചിക്കൻ ഉണ്ട്, മിൻസ് ചിക്കൻ ഉണ്ട്, പിന്നെ സലാമി, സോസേജ്, യെസ്, കീമ, ഇത്രയും കാര്യങ്ങളുണ്ട്. അതേ നോക്കിയേ, ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി നല്ല ആഹാ. ഹോട്ട് പിസ്സ അടുത്തോട്ട് വരും പ്ലീസ്. നല്ല ചൂട് പിസ്സകൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെനു, അതായത് റെസിപ്പി എല്ലാം ഡെവലപ്പ് ചെയ്തതാണ് അല്ലേ? ആണ്. ഓക്കെ, ഓൺ റെസിപ്പിയാണ് അവർ തന്നെ ചെയ്യും. എല്ലാ ബ്രാഞ്ചുകളിലും കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഒരു സെൻട്രൽ കിച്ചൺ പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. മസാലകളെല്ലാം നമ്മൾ ഇവിടെ കൊടുത്തയക്കുന്നു. ഇൻഗ്രീഡിയൻസ് എല്ലാം ഫ്രഷ് ആയിട്ട് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. അവരെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നു.
അവിടെ ഡെയിലി ചിക്കൻ ബോൺലെസ് ചിക്കൻ കൊണ്ടുവരുന്നു, മസാലകൾ മിക്സ് ചെയ്യുന്നു, ഓവനിൽ ബേക്ക് ചെയ്യുന്നു. പിസ്സ എന്ന് പറഞ്ഞ സാധനം ഫ്രൈഡ് അല്ല, അതൊരിക്കലും ഫ്രൈഡ് അല്ല, ഓയിലുമായിട്ട് വളരെ ബന്ധം കുറവുള്ള ഏറ്റവും ഹെൽത്തിയാണ് അങ്ങനെ നോക്കുമ്പോൾ അല്ലേ. നല്ല നല്ല പ്രോഡക്റ്റ്, വെജിറ്റബിൾസും നല്ല ഫ്രഷ് കാര്യങ്ങൾ, ചീസ്. ഡയറക്റ്റ് ഓവനിലാണ് നമ്മൾ ഈ ചിക്കനൊക്കെ ബേക്ക് ചെയ്യുന്നത്, ഡീപ് ഫ്രൈ ഒന്നല്ല. അല്ല അത് ശരിയാണ്. അങ്ങനെ ഡീപ് ഫ്രൈ അല്ലല്ലോ. ഇപ്പൊ ജങ്ക് ഫുഡിന്റെ കാറ്റഗറി കൊണ്ടുവരാൻ പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ അതിൽ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, അതിന്റെ ബേസ് മറ്റേ മൈദയിലല്ലേ ചെയ്യണത്, അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിൽ കാര്യമില്ല, ബാക്കി ഒരുപാട് പൊറോട്ട പിന്നെ ദേശീയ ഭക്ഷണം പോലെയാണ് ഇവിടുത്തെ സംസ്ഥാന ഭക്ഷണം, ബേക്കറീസ്. അങ്ങനെ നോക്കുമ്പോൾ ദിസ് ഈസ് മച്ച് മോർ ഹെൽത്തിയർ. കാരണം ബ്രെഡ് കഴിക്കുമല്ലോ. അതെ, പക്ഷെ ഇത് തിൻ ക്രസ്റ്റഡ് ആണെങ്കിൽ വളരെ കുറച്ച് ഇത് വരുന്നുള്ളൂ. ബേക്ക്ഡ് ആണ്. ഓക്കെ, 300 ഡിഗ്രിയിൽ 10 മിനിറ്റോളം നമ്മൾ ബ്രെഡ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ബേക്ക് ചെയ്ത സാധനം. ശരിയാണ്. പക്ഷെ എന്തായാലും ഭയങ്കര നല്ലതാണ് കേട്ടോ, കഴിക്കാൻ പറ്റിയ കാര്യമാണ്. എനിക്കിവിടെ ശരിക്കും ഒരു പിസ്സ ഫെസ്റ്റിന് ഞാൻ വന്ന പോലെയാണ് നിൽക്കുന്നത്. ഒരു ഫീസ്റ്റാണ് പിസ്സയുടെ. അങ്ങനെ തകർത്ത് വാരി പലതരം പിസ്സ കഴിച്ച് സന്തോഷിക്കുവാണ്. ഹോട്ട് ഇത് മസ്റ്റ് ട്രൈ ആണെന്നാണ് പറഞ്ഞത്. ലോഡ്സ് ഓഫ് മീറ്റ്. ഏറ്റവും നല്ല പിസ്സ കഴിക്കുമ്പോൾ ഇങ്ങനെ മൂസറില്ല ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വരുന്നത്. അടിപൊളി കേട്ടോ, എക്സലൻറ്റ്. ഒരു 40 വെറൈറ്റി ഇത്രയും കഴിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഞാൻ ഒരുപാടായി. ഇനിയും ഓക്കെ. അതായത് ഇവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നത് ധാരാളമായിട്ട്. അതായത് എരിവ് സ്പൈസി വേണമെങ്കിൽ അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. കുറച്ച് ഇന്ത്യനൈസ്ഡ് ആയിട്ട് അങ്ങനെ ആണെങ്കിൽ അത്, ഒരു അമേരിക്കൻ പ്യുവർ ഇതാണെങ്കിൽ അങ്ങനെ, പ്യുവർ ഇറ്റാലിയൻ ആണെങ്കിൽ അങ്ങനെ, അല്ല ഇങ്ങനെ മാറി മാറി ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. പക്ഷേ എന്തായാലും ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഭാഗ്യമുള്ളവരാണ്. കാര്യം ഇത്രയും നല്ല പിസ്സ എല്ലാം കഴിക്കാമല്ലോ. ഈ ഒരു 10 ഔട്ട്ലെറ്റ്സിലും, അത് ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ അങ്ങോട്ടേക്കും കൂടെ വരിക. തൃശ്ശൂർ ഈ ഭാഗത്തല്ലേ, പെരിന്തൽമണ്ണ, പാലക്കാട്, ട്രിവാൻഡ്രം, കൊച്ചിയിലേക്ക്. ഓക്കെ, ലൂക്കോസ്, LOOCOS, ലൂക്കോസ് പിസ്സ എക്സലൻ്റ് ആണ്. അപ്പോൾ എന്തായാലും എനിക്കിവിടെ വന്ന് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ കുറച്ചൊക്കെ ട്രേഡ് സീക്രട്ട് മൊത്തം കിട്ടിയിട്ടില്ല, എന്നാലും ഏകദേശം ഊഹിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ എന്തായാലും ചെയ്യാൻ പറ്റും. പല വെറൈറ്റി ഓഫ് പിസ്സാസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. കഴിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റും. ഈ പരിസരത്തുള്ളവർക്കെല്ലാം വന്ന് കഴിക്കാത്തവർ ഇവിടെ എല്ലാവരും വരുന്നത് ഭയങ്കര തിരക്കാണ് ഇവിടെ. എനിവേ സന്തോഷം, താങ്ക് യു സോ മച്ച് കേട്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട്. നിങ്ങൾക്ക് ഗാർലിക് ബ്രെഡും ഉണ്ട് അല്ലേ? ഓക്കെ, സ്വീറ്റ് കോൺ ചില്ലി ഗാർലിക് ബ്രെഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേളിൽ കുറച്ച് സ്വീറ്റ് കോണൊക്കെ ഇട്ടിട്ട് ഓൾറെഡി ബട്ടർ ഗാർലിക് ആൻഡ് ബട്ടർ ഉണ്ട്. അതിൻ്റെ മേളിലായിട്ട് സ്വീറ്റ് കോൺ ആൻഡ് ചീസ്, പാസ്ലി വിത്ത് ബട്ടർ ഇത് മിക്സാണിത്. അതിൻ്റെ മേളിൽ ഇപ്പോൾ സ്വീറ്റ് കോണും ഓക്കെ ചീസ് ഇട്ടു, മോസറല്ല. പിന്നെ മേളിൽ കുറച്ച് ഗ്രീൻ ചില്ലീസ്. യെസ്, ഇനി ഇതും ബേക്ക് ചെയ്യാൻ പോകണു. ദിസ് ഇസ് സ്വീറ്റ് കോൺ ചില്ലി ഗാർലിക് ബ്രെഡ് എന്നാണ് പറയുന്നത്. ചിക്കൻ ഇതിൻ്റെ കൂടെ ചിക്കനും കൂടെ വരും. ചിക്കൻ കോണിന് പകരം ചിക്കൻ വരും. ദിസ് ഇസ് പ്യുവർ വെജ്. ഇത് ഇവരുടെ സോസാണ്, പിസ്സ സോസ്. വെരി നൈസ്. ദിസ് ഇസ് റെഡ് ഇന്ത്യൻ പിസ്സ. ഇത് ഭയങ്കര മൂവിങ്ങാണെന്ന് പറയുന്നത് ഇവിടുത്തെ. ആദ്യം ബേസിൽ ഫോക്ക് വെച്ച് കുത്തുന്നു. ഇത് ചില്ലറിൽ നിന്ന് നേരെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ആദ്യം പിസ്സ സോസ്, ഫ്രഷ് ബേസ് നല്ല പ്രൂവ്ഡ് ആയിട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഫ്രഷ് ആയിട്ടുള്ള പിസ്സ സോസ്, പെരി പെരി സോസ്. കുറച്ച് സ്പൈസിയാണ് ഈ റെഡ് ഇന്ത്യൻ പിസ്സ. അതെ ചില്ലിയാണ്, പെരി പെരി എന്ന് പറഞ്ഞാൽ. അതെ എക്സാക്ട്ലി. പെരി പെരി സോസ് എന്ന് പറയുമ്പോൾ ആ ചില്ലി വെച്ചിട്ടുള്ളതാണ്. ഇത് ഓർഡർ ചെയ്യാം, റെഡ് ഇന്ത്യൻ പിസ്സ. ഇതും ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. ചീസ് സോസാണ്. ഓക്കെ ഒരു ജ്യൂസി ആക്കാൻ വേണ്ടി. ഓക്കെ, ചീസി ആയിട്ടുള്ളൊരു സോസാണ്, ചീസ് സോസ്. ഓണിയൻ ചുള്ളിയിടുന്നു. ചീസ്,
സ്പൈസി ചിക്കൻ. അപ്പോൾ മൊത്തത്തിൽ സ്പൈസിയാണ്, ചിക്കനും സ്പൈസി, അതിൻ്റെ സോസുകളിലും സ്പൈസ് ഉണ്ട് കാര്യമായിട്ട്. ദിസ് ഈസ് എ റെഡ് ഇന്ത്യൻ ചിക്കൻ, റെഡ് ഇന്ത്യൻ പിസ്സ എന്നാണ് ഇതിന് പറയേണ്ട പേര്. മഷ്റൂംസ്, യെസ്, കുറച്ച് മഷ്റൂംസ്. റെഡ് പാപ്രിക്ക, ഓക്കെ, റെഡ് പാപ്രിക്ക കഴിഞ്ഞു. ഇനി നേരെ ബേക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഗാർലിക് ബ്രെഡ്, അത് സ്വീറ്റ് കോൺ ചില്ലി ഗാർലിക് ബ്രെഡ്. എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഗാർലിക് ബ്രെഡ്. അടിപൊളി. ഓണിയൻ ചില്ലി, ചോപ്ഡ് ഓണിയൻ, ഓണിയൻ ഇങ്ങനെ ഓണിൽ കയറുമ്പോൾ ഒരു ഫ്ലേവർ വരും, ചെറിയൊരു മധുരവും ഒരു ഫ്ലേവർ, ഭയങ്കര ടേസ്റ്റാണ്. ഓണിയൻ ചില്ലി, ഓണിയൻ ചില്ലി ചോപ്പ് ചെയ്തിട്ട്. ഇതല്ലല്ലോ, ഇത് സ്വീറ്റ് കോൺ, അതും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ നമുക്ക് ഏത് ചിക്കൻ വേണമെങ്കിൽ ടോപ്പ് ചെയ്തിട്ട് ഒരു ചില്ലി അതിലൂടെ വെച്ച് കൊടുത്ത് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഗാർലിക് ബ്രെഡ് കൊടുക്കും. ശരി. ഓ, ചില്ലി വിത്ത് 1 ചിക്കൻ ടോപ്പിംഗ്, അങ്ങനെ ഒരു ഓപ്ഷൻ വരും. ചില്ലി വിത്ത് 1 ചിക്കൻ ടോപ്പിംഗ് അങ്ങനെയുണ്ട്. മെനു ഒന്ന് വന്ന് പഠിച്ചു പോകും. 40-ൽ കൂടുതൽ വിഭവങ്ങളാണ് ഇവിടെ. ലവ് അറ്റ് ഫസ്റ്റ് ബൈറ്റ് എന്നാണ് ഇവിടുത്തെ പുസ്തകമാണ്. അതായത് നമ്മളിപ്പോൾ വെറുതെ ഒരു ഭക്ഷണം കൊടുക്കുകയല്ല, അതോടൊപ്പം കുറച്ച് സ്നേഹവും ഉണ്ടാവും അല്ലേ. സ്നേഹത്തിൽ പൊതിഞ്ഞ ഭക്ഷണമാണ് ഇതെല്ലാം. നമുക്ക് അത്രയ്ക്ക് അങ്ങ് അതുമായിട്ട്, അതെ, എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ എന്താ പറയുക, ഇതിനോടൊക്കെ ഒരു ഭയങ്കരമായ ഇഷ്ടം വരും, സ്നേഹം. ഇതിപ്പോൾ റെഡ് ഇന്ത്യൻ പിസ്സ ഈസ് റെഡി, സ്പൈസി വൺ. ഡേ നോക്കിയേ, നല്ലൊരു ജ്യൂസി ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഭയങ്കരമായിട്ട് അല്ലേ, അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇത് വരേണ്ടത്. ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത്, ഓ സോ നൈസ്. ഇത് സ്പൈസി യമ്മിയാണ്, സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക്. അതങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഡ്രൈ ആവില്ല. ഇത് ഡ്രൈ ആവില്ല. ഓക്കെ, ഇത് ഭയങ്കര ഡിമാൻഡാണ്. സോസിൻ്റെ പല കോമ്പിനേഷൻസ് ആയതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ എത്ര വെറൈറ്റി ഓഫ് പിസ്സാസാണ് ഇവിടെ കണ്ടത്. ലൂക്കോസ് പിസ്സയുടെ എന്താ പറയുക, ഓൾ ഇൻ ഓൾ, അതിൻ്റെ ഓണറും അതിൻ്റെ റെസിപ്പി ഡെവലപ്പറും എല്ലാം ആയിട്ടുള്ള ശ്രീ ആനന്ദ്, അദ്ദേഹവുമായിട്ടാണ് ഇത്ര നേരം നമ്മൾ. അദ്ദേഹത്തിൻ്റെ ബ്രദറും ഉണ്ട്, എൻ്റെ ഒരു ഫാമിലി ബിസിനസ് ആക്ച്വലി, അവരെല്ലാവരും ഉണ്ട്. പിന്നെ അദ്ദേഹമാണ് നമ്മുടെ ഡെമോ ഒക്കെ ചെയ്ത ബ്രദറാണ്, മെയിൻ ഷെഫാണ് ഇവിടുത്തെ. നന്നായിട്ട് പ്ലേസ്. എന്താ പേര് പുള്ളിയുടെ? കൃഷ്ണകുമാർ എക്സ്പെർട്ട്. രണ്ടുപേരാണ് കേട്ടോ. ഓക്കെ, പിന്നെ അവരുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഫ്രാഞ്ചൈസീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് 10 ഔട്ട്ലെറ്റ്സ് 9 ഔട്ട്ലെറ്റ്സിലെ ആൾക്കാർ ഇവിടെ വന്നിരുന്നു, കുറേ പേരെ കണ്ടു. അപ്പോൾ ഇത് ഭയങ്കര ഗംഭീരമായ പരിപാടിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനൊരു എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ലൂക്കോസ് പിസ്സയെക്കുറിച്ച് അറിയുന്നതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നി, ദൈവം ഇത് ഇവിടെയുള്ള ആൾക്കാർക്ക് മാത്രമായത് കഷ്ടമായല്ലോ. ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാം ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടമായി. ഞാനിനി വീട്ടിൽ പോയിട്ട് എങ്ങനെ ആലോചിക്കും, ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഓർഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കുറേ വെറൈറ്റീസ്, എന്തെല്ലാം തരം ഫില്ലിങ്ങോടുകൂടി ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുക, ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക, അല്ലേ. ദാറ്റ്സ് എ മെയിൻ തിങ്. കളറൊന്നും ചേർക്കാണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അപ്പം അതിനെല്ലാം ഓക്കെയാണ്. പിന്നെ ഇവരെല്ലാം കസ്റ്റമൈസ്ഡാണ്. ഇനി പുറത്തൊക്കെ ഉള്ള ആൾക്കാർ, വെളിയിലൊക്കെ താമസിക്കുന്നവർ, UK, അമേരിക്ക, ഇപ്പോൾ ഈ യൂറോപ്പ് എല്ലായിടത്തും ഉള്ളവർ വരുവാണെങ്കിൽ അവർക്ക് അവിടെ കഴിച്ച് ശീലം ഉണ്ടാവുമല്ലോ. നാട്ടിൽ വന്നിട്ട് അവർക്ക് ആ ടൈപ്പ് തന്നെ വേണം എന്ന് പറഞ്ഞാൽ അവർ ആ ടൈപ്പ് തന്നെ ഉണ്ടാകും. അവർക്ക് ഇന്ത്യനൈസ്ഡ് വേണ്ടായിരിക്കും, ടിപ്പിക്കൽ മതി. അപ്പോൾ ആ ടിപ്പിക്കൽ തന്നെ ഇവരത് ചെയ്തു കൊടുക്കും. എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. അത് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. പുള്ളി ഈ ഫീൽഡിലായിരുന്നു, പുറത്തായിരുന്നു, വിദേശത്തായിരുന്നു. 18 years ഓഫ് എക്സ്പീരിയൻസ് സ്വന്തം സ്ഥാപനത്തിലേക്ക്. ഗുജറാത്തിലും വർക്ക് ചെയ്തു അല്ലേ? ഓ, ശരി, വെരി നൈസ്. ഞാനിപ്പോൾ അതിശയത്തോടെ കേട്ടൊരു കാര്യമാണ്, ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുജറാത്തീസിന് പിസ്സ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അതെനിക്കറിയില്ലായിരുന്നു സത്യത്തിൽ. ആണല്ലേ, ദാറ്റ് ഇസ് എ ന്യൂ ഇൻഫർമേഷൻ ഫോർ മീ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, സന്തോഷം. ഓക്കെ, ഇത് അമ്മാവൻ. ഓക്കെ, ഒരു ചെറിയ ഗിഫ്റ്റ് മാമിന് ഒറ്റപ്പാലം വന്നതല്ലേ. ഹാൻഡ്ലൂം. താങ്ക് യു. യെസ്, ഒരു ഗിഫ്റ്റും കൂടി തന്നു വിടുന്നു. കുത്താമ്പള്ളി കൈത്തറി എന്നാണ് ഉള്ളൊരു ഹാൻഡ്ലൂം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഫോർ ഇൻവൈറ്റ്. ശരി എന്നാൽ. ഓക്കെ, നോക്കിയാൽ നമ്മുടെ ബൈക്ക് റാലിയുടെ ആൾക്കാരാണ് അവരെല്ലാവരും.
ഭക്ഷണം കഴിക്കുമായിരുന്നല്ലോ അല്ലേ? ഓക്കെ. ഇവരുടെ എല്ലാ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ ആണല്ലോ. പിന്നെ ഡാൻസ് ചെയ്ത് ഫ്ലാഷ് മോബ് ഒക്കെ ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്. അവരുണ്ടോ ഇവിടെ? അവർ പോയി അല്ലേ? ഓക്കെ. ഓ സന്തോഷം സന്തോഷം. അതായത് ഓണറിൻ്റെ ആനന്ദിൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയും വന്നു. താങ്ക് യു മാഡം. അങ്ങനെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. പ്രൊഡക്റ്റീവ് ഡേ, നല്ലൊരു എൻജോയബിൾ ഡേ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്കാണ് യാത്ര. ഓക്കെ. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. നമ്മൾ ഞാൻ ആദ്യം കയറിയ കാറെന്ന് പറഞ്ഞാൽ അവരുടെ സംഘാടകർ കൊണ്ടുവന്ന കാറാണ്. തിരിച്ച് നമ്മുടെ കാർ ഹോട്ടലിൻ്റെ അകത്ത് ആണ് പാർക്ക് ചെയ്തിരുന്നത്. ഇവിടേക്ക് തിരിച്ചു വന്നു, കാറിൽ കയറി. ഇനി തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. ഓക്കെ. ഇനി ഇവിടെ നേരെ ഏകദേശം ഒരു 8 to 9 hours എടുക്കും. റോഡിലെ ട്രാഫിക് പോലെ ഇരിക്കും. അപ്പോൾ പാതിരാത്രി തിരിച്ച് വീട്ടിലെത്താം. എന്തായാലും ഒരു സമയം നമ്മൾ വേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ യാത്ര ചെയ്തു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank you for watching and keep on watching Lashmi Vlogs. Love you all.